ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ സ്റ്റാർ ഈ വർഷം ഒന്നും കത്തുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാർ വാങ്ങി ഇറങ്ങിയ കേട്ടോ. അപ്പം കടയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആദ്യം കണ്ണിയുന്നതായി ഈ ഒരു ഐറ്റത്തിലേക്കായിരുന്നു, നമ്മുടെ പുൽക്കൂട്. ഇതൊരു മോഡേൺ വെർഷനാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. സാധാ പുൽക്കൂടിൽ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വൈക്കോലും ഉണക്കപ്പുല്ലും ഒക്കെ വെച്ചുണ്ടാക്കിയതാണ്. ഇത് പക്ഷേ ഇച്ചിരി മോഡേണാണ് കേട്ടോ. അപ്പം നമ്മളിത് വാങ്ങാനെത്തിയ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് സ്റ്റാറുണ്ട്. ഇപ്പം അങ്ങനെ പേപ്പർ സ്റ്റാർ കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞിലേക്ക് പേപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ കൂടുതൽ. അപ്പം വീണ്ടും കണ്ണേന്ന് തുടക്കിയത് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്കാണ് കേട്ടോ. പല ടൈപ്പ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, ചെറുതും വലുതും ഒക്കെ. ക്രിസ്മസ് ട്രീ ഒന്നും നമ്മുടെ വീട്ടിലൊന്നും വെച്ച് ഉറപ്പിക്കാനൊക്കത്തില്ല, വിഷു ഒരു പരുവാകുന്നവരെ. അപ്പോൾ നമ്മൾ സ്റ്റാറുകളൊക്കെ നോക്കി. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പ് സ്റ്റാർ. ഈ സ്റ്റാർ കണ്ടോ, ഇതൊരു 4-5 സ്റ്റാർ ഒന്നിച്ചാണ്. ഇത് കണ്ടോ, ഇത് നമ്മളുടെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പുൽക്കൂടാണ് കേട്ടോ. കുഞ്ഞിലേക്ക് ഞങ്ങൾ പുൽക്കൂട് കെട്ടുമായിരുന്നു. അത് വൈക്കോലും ഉണക്കപ്പുല്ലും ഒക്കെ കൊണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് വെച്ചാലേ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛനായിരുന്നു കേട്ടോ എന്നെ പുൽക്കൂട് കെട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ വിഷു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ വിഷുവിന് അതും ഇതും അവന് കണ്ണി കണ്ടതെല്ലാം വേണം, വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. ഈ സ്റ്റാറും തമ്മിലുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ഞങ്ങൾക്ക് ഏതെടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ വാങ്ങിയത് ഈ സ്റ്റാറായിരുന്നേ.